അങ്ങനെ രാവിലെ എണീറ്റ് ഗംഗാരതി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഗംഗയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. ബോട്ടിൽ കയറണോ വേണ്ടതൊരു കൺഫ്യൂഷനിങ്ങനെ. ഇവിടെ കരയ്ക്കടുത്ത് തന്നെ കുറേ ബോട്ടുകാരുണ്ട്, പല ടൈപ്പിലെ ബോട്ടുകാരുണ്ട്. ചെറിയ ബോട്ടുകാരുണ്ട്, ഹൗസ് ബോട്ടുകാരുണ്ട്, ഫാമിലിക്ക് പോകാൻ വേണ്ടിയുള്ള വട്ടത്തിലുള്ള റിപ്പിൾ ബോട്ടുകാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ അസീഗഡിലാണ് നിൽക്കുന്നത്, ഇവിടുന്ന് അങ്ങ് ദശാശ്മേധ് വരെ ഘട്ട് വരെ പോയി അവിടെ നിന്ന് ഇങ്ങനെ കറക്കി ഗംഗ മൊത്തം ചുറ്റിച്ച് കൊണ്ടുവരാമെന്നൊക്കെ. ആക്ച്വലി വാരണാസി വരുന്ന എല്ലാവരുടെയും ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഗംഗയിലോട്ടുള്ള ബോട്ടിങ്. പക്ഷെ അത് പോകണോ വേണ്ടോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ ഒരു കൗതുകത്തിന് ബോട്ട് എടുത്ത് റേറ്റ് വെച്ചപ്പോൾ തന്നെ കണ്ണ് കളിപ്പോയി. അവർ 1000-1500 രൂപ പെർ ഹെഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണ ഇത്ര റേറ്റ് വരാറില്ലല്ലോ, പക്ഷേ ദേദ്വാലയുടെ ടൈമായിട്ട് ടൂറിസ്റ്റുകൾ കുറേ പേര് വരുന്നുണ്ട്, അവർ നല്ല മുതലാക്കുന്നുണ്ട്. അവരുടെ വമ്പം കത്തിവെപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മൾ തൽക്കാലം ഇന്നത്തേക്ക് ബോട്ടിംഗ് പരിപാടി ക്യാൻസൽ ചെയ്തു. പയ്യെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് റേറ്റ് കുറയായിരിക്കും. നമ്മൾ ഞായറാഴ്ച വരെ ഉണ്ട് ഇവിടെ, അപ്പോൾ ആ സമയത്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബോട്ടിങ്ങിന് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ പറവകളുണ്ട്, എന്ത് ടൈപ്പ് പറവയാണെന്ന് അറിയത്തില്ല. അതൊക്കെ ഇങ്ങനെ പറക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോയും ഫോട്ടോകളൊക്കെ നമ്മളെടുത്തു. നമ്മൾ നോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബോട്ടുകാർക്ക് വലിയ പുത്തിരിയൊന്നുമില്ല. ഇഷ്ടത്തിന് ആൾക്കാരല്ലാതെ തന്നെ ബോട്ട് കയറാനും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവരൊക്കെ ഈ 1000 രൂപയ്ക്കൊക്കെ എന്തിനാണ് ഈ ബോട്ടിൽ സമ്മതിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. മേ ബി അവർ നാളെ തന്നെ തിരിച്ചു പോകുന്ന ടീമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കാശൊരു വിഷയമായിരിക്കില്ല. ഇവിടെ അങ്ങനെ ബോട്ടിങ് മാത്രമല്ല, ചെറിയ രീതിയിൽ കുളിസീനൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന് അവരുടെ പാപങ്ങളൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടി ഗംഗയിൽ കുളിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇനി ഇവിടെ നിന്ന് അത് കണ്ട് അടിയും അടിക്കാതിരിക്കുക, നമുക്ക് ഇവിടുന്ന് പയ്യെ സ്കൂട്ടാവാം. അങ്ങനെ ഘാട്ടിലൂടെ നടക്കുമ്പോഴാണ് ഒരു അക്വരി ബ്രോനെ കണ്ടറിയാം. 2 ഡ്യൂപ്ലിക്കേറ്റിന് അക്വരി തന്നെ. ഒറിജിനൽ അക്വരിമാരിങ്ങനെ ഇറങ്ങി നടക്കാറില്ലല്ലോ. പുള്ളി ഒരു ശിവഭക്തനായിരിക്കും, പക്ഷേ നമ്മുടെ ഒറിജിനൽ അക്വരി അല്ല എന്തായാലും, കൺഫേം. കാണാൻ എന്തായാലും ഒരു 916 ഐറ്റം തന്നെ. മൂപ്പരെല്ലാവർക്കും എന്തായാലും ഫ്രീ ആയിട്ട് ഭസ്മം തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദീപക്കേട്ടനും ക്യൂ നിന്ന് പുള്ളിയുടെ നെറ്റിയിലൊരു ഭസ്മക്കുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഘാട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടൗണിലേക്ക് പോവുകയാണ്, ബനാറസ് ടൗണിൽ. അപ്പോൾ അവിടെ ഒരു റിക്ഷ പിടിച്ച് നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്, മാപ്പൊക്കെ നോക്കിയിട്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഇവിടുത്തെ ഹോണടി തീരെ സഹിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഇവിടെ ഭയങ്കര പോപ്പുലേഷൻ, ആൾക്കാർ കൂടുതൽ. അതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് തീരെ ക്ഷമാശക്തി എന്ന് പറഞ്ഞ കാര്യമില്ല. വല്ലാത്ത ജാതി ഒരു ഹോണടി. അതിൻ്റെ ഒപ്പം തന്നെ സൈക്കിളിൻ്റെ ബെല്ലടി വയ്യ. ഞാൻ നമ്മുടെ സ്ഥിരം വൈകിട്ട് ഷോട്ട് എടുക്കാൻ നമ്മൾ റിക്ഷ ഇറങ്ങി ഹോട്ടൽ തപ്പിങ്ങനെ നടക്കുന്നിടയ്ക്ക് കണ്ട കാഴ്ച എന്തൊരു തിരക്കാണെന്നറിയോ. ഇന്നലെ കണ്ടതിൻ്റെ ഇരട്ടി തിരക്ക്. ഓഫ്, ഈ ടൗണ് നിറച്ച ആൾക്കാരെ, നടക്കാനുള്ള സ്ഥലം പോലും ഇല്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, ഇന്നലെ രാത്രി നമ്മൾ ഈ 84 ഘാട്ട് ഫുള്ള് നടന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അരമതിൽ ചാടി കിടക്കാൻ വേണ്ടി നോക്കി എൻ്റെ കാലം ഒരു ആണി കുത്തി കയറി. അത്യാവശ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും 24 മണിക്കൂറിനുള്ളിൽ TT എടുത്തേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ആശുപത്രി കണ്ടുപിടിക്കണം, TT എടുക്കണം. അന്വേഷിച്ചപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ കയറി ഡോക്ടറെ കാണിച്ചു. അയാൾ ടെറ്റനസ് എഴുതി തന്നു. എന്തോന്ന് എഴുതി വെച്ചേക്കുന്നത്, വരച്ച് വിട്ടേക്കുക. ഇതൊക്കെ ഫാർമസിക്കാരൻ എങ്ങനെ മനസ്സിലായെന്തോ. എന്തായാലും കൺസൾട്ടേഷന് 10 രൂപയുള്ളൂ. 10 രൂപയ്ക്ക് ചീട്ടും എടുത്ത് അത് കഴിഞ്ഞ് 14 രൂപയുടെ സിറിഞ്ചും ടെറ്റനസും വാങ്ങി. സിറിഞ്ച് വാങ്ങിയോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ടെറ്റനസും വാങ്ങി പുള്ളി എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ. ദേദ്വാലി കാണാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വാരണാസി വന്ന് ഇവിടെ വന്ന് കുപ്പിച്ചില്ലും കയറി TT എടുക്കേണ്ട അവസ്ഥയായി. എന്തായാലും ഡോക്ടർ സാറുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പം പഴുക്കുമെന്നൊരു ടെൻഷൻ വേണ്ടല്ലോ. കാര്യമായിട്ട് ധനനഷ്ടമില്ല. ഏകദേശം 25 രൂപയിൽ പരിപാടി കഴിഞ്ഞു. 24 രൂപയുള്ളൂ ടോട്ടൽ. പറയത്തക്ക വേന എടുത്തില്ല കാര്യമായിട്ട്. പിന്നെ എന്തായാലും ചെറിയൊരു തട്ടിക്കൂട്ട് ക്ലിനിക്കായിരുന്നു. എന്തായാലും കാര്യം നടന്നു, ഓൾ സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, ഒരേ ഒരു മോസ്കിലേക്ക് പോയി, അലംഗീർ മസ്ജിദ്. ഇത് ഔറംഗസേബ് 1669 വാരണാസി പിടിച്ചടക്കിയപ്പോൾ പണിഞ്ഞ ഒരു മുസ്ലിം പള്ളിയാണ്. പുള്ളിയുടെ ഹോണററി പേരായിട്ടുള്ള അലംഗീർ എന്നാണ് ഇതിന് പേരെടുത്തത്. അലംഗീർ മസ്ജിദ് അല്ലെങ്കിൽ അലംഗീർ മോസ്ക് എന്നൊക്കെ പറയപ്പെടും. ഇത്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞൊരു മതം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന വാരണാസിയിൽ, അതായത് ഇവരുടെ ഒരു പുണ്യഭൂമി എന്ന് പറയുന്ന കാശിയിൽ ഇങ്ങനെ നടുക്കായിട്ട് തന്നെ ഒരു മോസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഇത് വിസിറ്റ് ചെയ്യണമെന്നൊരു പ്ലാൻ ഇട്ടത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരോട് വന്ന് നിസ്കരിക്കുക, അതുപോലെ കുട്ടികളെല്ലാം കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നപ്പോൾ തന്നെ നമ്മളൊരു ഫാമിലിയെ കണ്ടു. ഒരു അച്ഛനും അമ്മയും ഒരു മോളുള്ളൊരു ഫാമിലി. ഈ ശ്രദ്ധിച്ചതാണ് കുഞ്ഞിൻ്റെ കയ്യിലൊരു പാമ്പിൻ്റെ കളിപ്പാട്ടം. പാമ്പാണെന്ന് അവർ സമ്മതിച്ച്. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കളിപ്പാട്ടമാണോ ഒറിജിനലാണോ എന്ന്. ഇവര് പാമ്പാട്ടി ഫാമിലിയാണോ? അത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്താ സംഭവം. പാമ്പ് കൊച്ചിൻ്റെ കയ്യിരുന്ന് അനങ്ങ് കണ്ടപ്പോൾ കൺഫേം ആയി അത് കളിപ്പാട്ടൊന്നുമില്ല, ഒറിജിനൽ പാമ്പ്. പനി കൊച്ചതും കൈ പിടിച്ച് തുമ്മുന്നൊക്കെ ഉണ്ട്. എന്താ അവസ്ഥയാണോ എന്തോ. പിള്ളേരെ കളിക്കാൻ കൊടുക്കുന്ന സാധനം കൊള്ളാം, കറക്റ്റ് ഒറിജിനൽ പാമ്പ്. ഇതിപ്പോൾ കറക്റ്റ് റീൽസിലൊക്കെ കാണുന്ന പോലെ UP, അതായത് ഉത്തർപ്രദേശ് ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഇതൊക്കെ ചില്ലറ കാര്യം. അതേ കിടന്ന് ഞൊളയുന്ന അതിൻ്റെ ടീഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോകുന്നു തോന്നുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ എന്നവർക്ക് നിന്ന് കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും കൊച്ചു സൂപ്പർ സ്റ്റാർ. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു.
അങ്ങനെ കുറച്ച് നേരം അവരുടെ പേരൻസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരാണ് ഫുള്ള് വിഷമം പറിച്ചില്ല, ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം എന്തെങ്കിലുമൊക്കെ തരാനൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ ഒരു 20 രൂപ കൊടുത്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചഗംഗ ഘട്ടിലാണ്, അതായത് 84 ഘട്ടിൽ ഒരു ഘട്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. എന്താ കിള്ളുന്നൊരു വ്യൂ അല്ലേ, പക്ഷികളെല്ലാം ഒരേ രീതിയിൽ പറക്കുന്നു, സെറ്റ് സാധനം. ഇവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ ശിവംബയ്യെ വീണ്ടും കാണുന്നത്. ശിവംബൈ രാജസ്ഥാനിൽ നിന്ന് വരുന്നത്. പുള്ളിയുടെ കൂടെ വേറൊരു തെലുങ്കനുണ്ട്, ഋഷഭ് ഗാരു. അപ്പോൾ ഇവരുടെ കൂടെ വേറെ കുറേ തെലുങ്ക് ഫ്രണ്ട്സും കുറേ ഉത്തർപ്രദേശും കുറേ വേറെ ഹിന്ദിക്കാർ കുറേ പേരെ പരിചയപ്പെടായിരുന്നു നമ്മളിവിടെ വെച്ച്. ഡെയിലിക്കാരൻ നമ്മളിവിടെ ഒരു സ്ഥലത്ത് സൈഡായിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, അപ്പോൾ അങ്ങനെ അടുത്ത പ്ലാൻ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് നമ്മളിനി മണികർണിക ഘട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാൻ വെച്ചത്. മണികർണിക കവർ ചെയ്തതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് നോക്കാൻ പോകണം. നമുക്ക് ഇതുവരെ ബോട്ട് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ബോട്ട് സെറ്റാക്കാം, ഋത്തിക്ക് സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്കത് സെറ്റ് ചെയ്യണമല്ലോ. മണികർണിലോട്ട് പോകുന്ന ഇടവഴി വെച്ചാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഒരു ശവത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവർ ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടുവന്നു, ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. കൊള്ളാമല്ലേ. അടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ അടിച്ച് പൊളിച്ചങ്ങ് പോകണം, സെറ്റ്. ബനാറസിൽ എവിടെയോ കുറേ പെയിൻറ്റിംഗ് ഒക്കെ വരച്ച ഒരു സ്ട്രീറ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഋത്തിക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ ഇൻസ്റ്റയിലൊക്കെ അതിൻ്റെ കുറേ റീലുകളുണ്ട്. ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പടങ്ങളൊക്കെ വരച്ചൊരു സ്ട്രീറ്റ് ആയിരുന്നത്. പിന്നെ ഈ സ്പോട്ട് മനസ്സിലായി, നമ്മുടെ ബ്രഹ്മാസ്ത്രയിൽ കേസരിയ ഷൂട്ട് ചെയ്ത സ്പോട്ടാണ്. രൺബീർ കപൂറും ആലിയ ഭട്ടും ഡാൻസ് കളിക്കുന്ന സ്ഥലമാണിത്. നമ്മൾ പയ്യെ വൈകിട്ടത്തെ ദേവ് ദിവാലി പരിപാടി കാണാൻ വേണ്ടിയുള്ള ബോട്ടിൻ്റെ ടിക്കറ്റ് എങ്കിലും സെറ്റാക്കാനുള്ള പ്ലാനിലായി. കാരണം വൈകിട്ടത്തെ പരിപാടിക്ക് എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല. ഋത്തിക്ക് സെറ്റാക്കി തരുമെന്നാണ് പറയുന്നത്, പക്ഷേ അവനെ എത്രമാത്രം നമ്പാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അവനൊരു 90% ഉറപ്പേ ഉള്ളൂ അവൻ സെറ്റാക്കി തരുമെന്നാണ് പറയുന്നത്. ഏത് ബോട്ടുകാരോട് ചോദിച്ചാലും അവർ 3000 കുറഞ്ഞ റേറ്റ് പറയുന്നില്ല, കാരണം ഇത്ര പീക്ക് ടൈം ആയതുകൊണ്ട്. നോക്കാം എന്തായാലും. പിന്നെ ഈ ഗാർഡിൻ്റെ പ്രത്യേകത കണ്ടോ, എല്ലായിടത്തും മുളയുടെ വലിയ കമ്പിൻ്റെ മണ്ടയ്ക്ക് ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതെന്തോ ഒരു ഇത് ആചാരമാണ്, പക്ഷെ എന്താ സ്കീമെന്ന് എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മുളയുടെ വലിയ തണ്ടിൻ്റെ മണ്ടയ്ക്ക് ഒരു ബാസ്ക്കറ്റ് വീതം വെച്ചിട്ടുണ്ട്. പിന്നെ വഴി വെച്ച് ഈ വെറൈറ്റി ആടിനെ കണ്ടു, ഭയങ്കര ഫറൊക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര തണുപ്പുള്ള സ്ഥലത്താണ് ഇത്രയും ഫറൊക്കെയുള്ള ആനിമൽസിനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലേക്ക് പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഓട്ടത്തിലൂടെ ഫുള്ള് ബഹളമായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും നമുക്ക് ദേവ് ദിവാലിയുടെ നൈറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, ബൈ.